കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നൊരു സർവൈവലാണ് സിനിമ. നമ്മൾ സിനിമ ആക്കിയപ്പം നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിലൂടെ കണക്ട് ചെയ്തു. കാരണം ഇവന്റെ സർവൈവൽ മാത്രം സിനിമ ആക്കുമ്പോഴത്തേനും അതിലൊരു സിനിമാറ്റിക് മൂഡുണ്ടാവില്ല. അപ്പം നമുക്ക് കാടാണ്. അപ്പം നമുക്ക് എനിക്ക് പരിചയമുള്ള വേറൊരു സ്റ്റോറിയും കൂടെ അതിലോട്ട് നമ്മൾ എന്താ പറയുക കണക്ട് ചെയ്തു. നമ്മൾ തിരുവനന്തപുരം അമ്പൂരി മുതൽ ഏകദേശം ഇടുക്കി വരെയും വണ്ടിപ്പെരിയാർ, തമിഴ്നാട് അങ്ങനെയുള്ള പല പ്രദേശങ്ങളും, തെന്മല, ചില എക്കോ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വെച്ചാൽ സ്വകാര്യ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടല്ലോ, റിസോർട്ടുകൾ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സർവൈവൽ ത്രില്ലർ ആവാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. നമുക്ക് വളരെ കുറച്ച് സർവൈവൽ മൂവീസേ ഉള്ളൂ മലയാളത്തിന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ ജനകീയ സിനിമയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒപ്പീനിയൻ അറിയിച്ചത്. എല്ലാവർക്കും നമസ്കാരം. സാംസ്കാരികത്തിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. മുനിയറയിൽ നിന്ന് തിങ്കൽക്കാട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി കാട് പൂക്കുന്നത് കാണാം. നക്ഷത്രജാലങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ആകാശം. പച്ചപ്പുൽത്തേരിയിൽ നിന്ന് ഒരു ആദിവാസി പറയുന്നു, ഇത് കാടകമാണ്, കാടിൻ്റെ ഹൃദയത്തുടിപ്പാണ്. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥികൾ കാടകമെന്ന സിനിമയുടെ ശില്പികളാണ്. പ്രിയപ്പെട്ട ജെയിൻ ക്രിസ്റ്റഫർ സംവിധാനം ചെയ്ത് സുധീഷ് കോശി എഴുതിയ കഥയിൽ അഭിനയിച്ച ഡോക്ടർ രതീഷ് കൃഷ്ണ. ഇവരാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത്. ഇടുക്കിക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അഭിമാന മുഹൂർത്തം കൂടിയിട്ടാണ് എൻ്റെ നാട്ടുകാരനായ സുധീഷ് കോശി കഥ എഴുതിയിരിക്കുന്നു. ഈ കഥ കാടകമെന്നുള്ള പേരിൽ സിനിമയായി മാറിക്കഴിഞ്ഞു. ശ്രീ സുധീഷ്, ഈ മുനിയറയെക്കുറിച്ച്, തിങ്കൽക്കാടിനെ കുറിച്ചൊക്കെ ഈ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ പാൽവലിച്ച ഒരാൾ കൂടിയിട്ടാണ് ഞാൻ. താങ്കൾക്ക് എങ്ങനെയാണ് ഈ കാടകത്തിലേക്ക് കിടക്കാനുണ്ടായ ഒരു സാഹചര്യം? സാറ് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ നാട് അതേപോലെയുള്ള ഒരു നാടാണ്. സാറ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു നാടാണ്, ഒരു ഗ്രാമമാണ്. അപ്പം ഒരു 2002 നമ്മുടെ മുനിയറയിൽ ചെറിയൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ കാടകത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കഥ ഉണ്ടായത് അങ്ങനെയാണ്. അത് ഒരു 2 മാസക്കാലം മുമ്പ് ഒരു ദിവസം ഞാൻ ഇവിടെ ഇല്ലല്ലോ, നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്താണ്. അപ്പം മുനിയറിൽ വന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു, ഡയറക്ടറും കൂടെ വന്നപ്പം എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തിനെ മുനിയറ വെച്ച് കാണാനുണ്ടായി. ഞാൻ ഒരുമിച്ച് പഠിച്ചാണ്. മുനിയറ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് 7ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പാർത്തിലോട്ട് പോയി. അപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരാളെ കാണാനുണ്ടായി. അപ്പോൾ അവൻ്റെ കഥ എനിക്ക് അറിയാമായിരുന്നു. 2002 അവന് സംഭവിച്ച കഥ എനിക്ക് മാത്രമല്ല മുനിയറിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷെ അത് പുറത്തോട്ടൊന്നും പോയിട്ടില്ല. ആ കഥ എല്ലാവരും അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കഥ ഒന്നും കൂടി കേട്ടു. അവന്റെ ജീവിതത്തിലുണ്ടായ കഥ ഒന്നും കൂടി കേട്ടു. അപ്പം ഡയറക്ടർ പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, അത് ഭയങ്കര ഒരു സിനിമയ്ക്ക് സാധ്യതയുണ്ടല്ലോ. അതേപോലൊരു അനുഭവമാണ് പുള്ളി അവിടെ അനുഭവിച്ചത്. എന്ന് പറഞ്ഞാൽ 2002 ഈ ആളേല് മുനിയറയിൽ നിന്ന് ഒരു 6 ദിവസം പുള്ളി മിസ്സിംഗ് ആയി. പുള്ളി മുനിയറക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. മുനിയറയിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ്. അപ്പൊ എല്ലാവർക്കും അറിയണം. പെട്ടെന്ന് ഒരു ദിവസം ഒരു 6 ദിവസത്തേക്ക് പുള്ളി കാണാൻ പോയി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എവിടെ പോയതാണെന്ന് ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇയാള് കാട്ടിലാണ് പോയത്. ഈ കാട്ടിൽ പോയത് പുള്ളി ഈ അന്നത്തെ കാലത്ത് രുദ്രാക്ഷക്ക എന്ന് പറഞ്ഞ കായുണ്ട്. അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ രുദ്രാക്ഷക്ക പെറുക്കി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കൊടുത്തു കഴിഞ്ഞാൽ 5-10 രൂപയൊക്കെ കിട്ടും. അപ്പോൾ ഈ പുള്ളി രുദ്രാക്ഷക്ക പറക്കാൻ വേണ്ടിയിട്ട് പുള്ളിയും പുള്ളിയുടെ കൂട്ടുകാരും കൂടി കാട്ടിൽ കയറിയതാണ്. കാട്ടിൽ കയറി വഴി തെറ്റിപ്പോയി, കൂട്ടം തെറ്റിപ്പോയി. പുള്ളി കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി. ആ കാട്ടിൽ പുള്ളി ഒരു 6 ദിവസം ആ കാട്ടിൽ താമസിക്കേണ്ടി വന്നു. അങ്ങനെ ആ 6 ദിവസം ആ കാട്ടിൽ താമസിച്ച പുള്ളിയുടെ അനുഭവമാണ് ഈ കാട് വന്ന സിനിമ. അദ്ദേഹം ഇപ്പോഴുണ്ടോ? അദ്ദേഹം ഉണ്ട്. അദ്ദേഹം മുനിയറയിൽ ഇപ്പൊ ഇല്ല. പുള്ളി ഇപ്പം ജോലി സംബന്ധമായിട്ട് എറണാകുളത്തേക്ക് പോയി. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് കൂടെ പറഞ്ഞാല് നമ്മൾ 2 പാർട്ടായിട്ടാണ്. ഒന്നിപ്പോ നമ്മൾ ഈ എന്റെ കൂട്ടുകാരുടെ ആ അനുഭവം പറഞ്ഞു, അത് ഭയങ്കര ഒരു ത്രില്ലിംഗ് സാധനമാണ്. അപ്പൊ അവിടുന്ന് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് സർവൈവൽ ആണ് സിനിമ.
നമ്മൾ സിനിമ ആക്കിയപ്പം നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിലൂടെ കണക്ട് ചെയ്തു. കാരണം ഇവന്റെ സർവൈവൽ മാത്രം സിനിമ ആക്കുമ്പോഴത്തേനും അതിലൊരു സിനിമാറ്റിക് മൂഡുണ്ടാവില്ല. അപ്പം നമുക്ക് കാടാണ്. അപ്പം നമുക്ക് എനിക്ക് പരിചയമുള്ള വേറൊരു സ്റ്റോറിയും കൂടെ അതിലോട്ട് നമ്മൾ എന്താ പറയുക കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയൊരു ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കാടുകളിൽ ചന്ദനക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള രഹസ്യമാണ്. പക്ഷെ എന്നാലും അങ്ങാടിപ്പാട്ടാന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ നമ്മുടെ നാട്ടിലും ഉണ്ട്, അത് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ആയിട്ട് ഇവനെ കണക്ട് ചെയ്തിട്ടാണ് സിനിമയാക്കിയത്. അവരുടെ കൂടെ പുള്ളി കാട്ടിൽ പോയതായിട്ടും അതിനുശേഷം അവർ ഇവനെ കാട്ടിൽ ഉപേക്ഷിച്ച് പോയതായിട്ടുമാണ് സിനിമ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു യഥാർത്ഥ സംഭവമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു അതിജീവന കാലത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് ഭൂതകാല ഹർഷ വിസ്മയങ്ങളുടെ നാടാണ് മുനിയറ എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ട് കാലാവൂട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കാലാവൂട്ടില്ല. ആദിവാസി ഗ്രാമങ്ങളിൽ അപൂർവമായിട്ട് നടക്കുന്ന കാലാവൂട്ട് മഹോത്സവം. മുനിയറയിൽ ഇപ്പോൾ ഒരു മുനിയറ പോലുമില്ല, അല്ലേ? അപ്പൊ ഈ പഴയ കാലഘട്ടത്തിന്റെ പലതും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എൻ്റെ ഒരു കൗമാര കാലഘട്ടത്തിലൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിസ്മയങ്ങൾ എന്തായാലും ഒരു സിനിമയായിട്ട് മാറുമ്പോൾ പ്രിയപ്പെട്ട ജെയിൻ ക്രിസ്റ്റഫറാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ജെയിൻ, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഫീല്? പിന്നെ ഒന്ന് നമുക്ക് റിയൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് കഥകൾ നമ്മുടെ മറയൂർ നടക്കുന്ന ചന്ദനക്കടത്തിൻ്റെ പ്രാദേശിക കള്ളക്കടത്തുകാരുടെ സബ്ജക്റ്റും ഇദ്ദേഹത്തെ കാണാതായ കഥയും കൂടെ ചേർത്താണ് നമ്മൾ ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം പിന്നെ ഇദ്ദേഹം അനുഭവിച്ച ഈ 6 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ കാട്ടിലുണ്ടാവിച്ച അനുഭവവും യാതനയും അദ്ദേഹം കഷ്ടപ്പാടൊക്കെ നമ്മൾ സിനിമയിൽ യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുവരികയും. അപ്പോൾ ഇത് നമ്മുടെ ഒരുപാട് കേരളത്തിലെ പല പ്രൈവറ്റ് വനങ്ങൾ, സ്വകാര്യ വനങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. എവിടെയൊക്കെയായിരുന്നു ഇത്? നമ്മുടെ തിരുവനന്തപുരം അമ്പൂരി മുതൽ ഏകദേശം ഇടുക്കി വരെയും വണ്ടിപ്പെരിയാർ, തമിഴ്നാട് അങ്ങനെയുള്ള പല പ്രദേശങ്ങളും, തെന്മല, ചില എക്കോ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വെച്ചാൽ സ്വകാര്യ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടല്ലോ, റിസോർട്ടുകൾ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ശ്രീ ജെയിൻ ഇത് ഈ പ്രൊജക്റ്റിലേക്ക് വരാണ്ടായ ഒരു കാര്യം, കഥ കേട്ടപ്പോൾ തന്നെ ഇത് കൊള്ളാമെന്നൊക്കെ തോന്നി. പിന്നീട് എത്ര നാൾ വേണ്ടി വന്നത് ചിത്രീകരിക്കാനായിട്ട്? ഞങ്ങളിത് ഏകദേശം കഥ കേട്ട് കഴിഞ്ഞ് യാദൃശ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. ഈ മുനിയറ ഞാൻ വരികയും മുനിയറ വെച്ച് അദ്ദേഹത്തെ യാദൃശ്യമായിട്ട് കണ്ടു. അദ്ദേഹത്തിന്റെ കാലിൽ വലിയൊരു ഫ്രാക്ചർ കണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ചോദിച്ച ശേഷം സുധീഷ് കോശി പറഞ്ഞു, ഇവരെന്തോട് ഇത് പറഞ്ഞു, കാര്യം ഞങ്ങളോട് കഥ പറഞ്ഞു. ഈ കഥ പറഞ്ഞപ്പം ഞങ്ങളുടെ മറ്റൊരു സിനിമയുടെ ഡിസ്കഷനുമായിട്ട് മുനിയറ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയപ്പം ഈ കഥയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ കഥയായിട്ട് പോയി ഞങ്ങളുടെ പ്രൊഡ്യൂസർ മനോജ് ചെറുകര, കോ പ്രൊഡ്യൂസർ ഗോവിന്ദൻ നമ്പൂതിരി, ഇവരോടൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇത് എത്രയും പെട്ടെന്ന് സിനിമ ഏകദേശം 10-20 ദിവസത്തിനകത്ത് ഇത് ഷൂട്ടിങ് കഴിഞ്ഞു. ഏകദേശം എനിക്ക് തോന്നുന്നു 25ഓളം ആർട്ടിസ്റ്റുകൾ കാട്ടിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിന്റെ പിന്നിൽ വല്ലാത്തൊരു എഫേർട്ടുണ്ട്. അതോടൊപ്പം എന്താ ഒരു കൂട്ടായ്മയുടെ ഒരു അരങ്ങുണർത്തൽ കൂടിയിട്ടാണ് ഈ സിനിമ വഴി നിങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പേര് കൊടുക്കേണ്ട ഒരു കാര്യം എന്താ? അല്ല, ഇത് കാടകം എന്ന് പറഞ്ഞാൽ കാടിന്റെ അകം, ഡീപ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് കൂടുതൽ അനുയോജ്യമായ ഒരു പേരില്ല. കാരണം കാടിനകത്ത് നടക്കുന്ന സംഭവങ്ങളും കാടുമായിട്ട് ഈ സിനിമ കാണുമ്പോൾ തന്നെ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ അടുത്തുള്ള ഈ ചിത്രം കാണുന്ന ഒരു പ്രേക്ഷകന് കാടിനകത്ത് അകപ്പെട്ട ഒരു പ്രതീതി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമായിരുന്നല്ലോ ഡോക്ടർ രതീഷ് കൃഷ്ണ. ഡോക്ടർ രതീഷ് കൃഷ്ണയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കഥ കേൾക്കുമ്പോൾ ഇതിന്റെ അഭിനയാംശവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ? ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ സിനിമയിലേക്ക് എത്തപ്പെടുന്നത്. ജെയിൻ ക്രിസ്റ്റഫർ എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ വളരെ കാലം സിനിമയുമായും മറ്റും വിഷ്വൽ ആർട്സൊക്കെ ആയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുമ്പോൾ തന്നെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് എത്തി, പാലക്കാട്ടിലേക്ക് തിരിച്ചു പോയി. പക്ഷെ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിക്കുന്നു. ഞങ്ങൾ വളരെ ഗൗരവമുള്ള ഒരു സിനിമ ചെയ്യുന്നു. ഈ സിനിമ ലോകത്തിന് മുന്നിൽ എത്തിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യതയുണ്ട്. കാരണം ഇത് വളരെയധികം ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു വിജയം നമുക്ക് ലോകത്തിന് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നീ ഈ കഥ കേൾക്കാൻ വരണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ എന്നെ അഭിനയിക്കാൻ വേണ്ടി ക്ഷണിക്കായിരുന്നില്ല ഈ സിനിമയിലേക്ക്. ഞാൻ ഈ സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്നു, കഥ കേൾക്കുന്നു. കഥ കേട്ടപ്പോൾ പ്രധാനമായിട്ടും സുധീഷ് സാറും ഇദ്ദേഹവും ജെയിൻ ക്രിസ്റ്റഫറും ചിന്തിച്ചിരിക്കുന്ന ഒരു രീതി എന്താ വെച്ചാൽ അതിനെ എത്രയും ആർട്ടിസ്റ്റിക്കലായിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ, എത്രമേൽ അക്കാദമിക്കലായിട്ട് അതിൻ്റെ റെഫറൻസുകൾ വെച്ച് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു അനലൈസിങ് നടക്കുമായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്തയെ പോയത്, കാരണം ഇത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സർവൈവൽ ത്രില്ലർ ആവാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. നമുക്ക് വളരെ കുറച്ച് സർവൈവൽ
മൂവീസേ ഉള്ളൂ മലയാളത്തിന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ ജനകീയ സിനിമയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒപ്പീനിയൻ അറിയിച്ചത്. അതിനുശേഷം ഞങ്ങളെല്ലാം ചേർന്നിട്ട് തന്നെയാണ് ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. NSTയിൽ നിന്നും, സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും, അങ്ങനെ ഫിലിം പുനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒക്കെ ഉള്ള ആക്ടേഴ്സിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള യുവാക്കളെ ഞങ്ങൾ ക്ഷണിച്ചു. എനിക്ക് തോന്നുന്ന ഒരു 1000കണക്കിന് പേരുടെ പ്രൊഫൈൽ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് ആ കഥാപാത്രവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല ഷൂട്ടിംഗ് ഡേറ്റ് അടുക്കുകയും ചെയ്തു. ഒരു 3 ദിവസം മുൻപ്, ഷൂട്ടിങ്ങിൻ്റെ ഒരു 3 ദിവസം മുൻപാണ് യാദൃശ്യമായിട്ട് ആക്ടറിന് കിട്ടിയില്ല. ഇനി എങ്ങനെ ഷൂട്ടിംഗ് മുന്നോട്ട് പോകും, ആ ഒരു റിസ്കിലാണ് ഞങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചത്. നീ അഭിനയിക്കുമെന്നൊന്നുമല്ല ചോദിച്ചത്. എനിക്ക് നിറയെ മുടിയുള്ള ഒരു കാലമായിരുന്നു, ഒരു ഫ്രീക്ക് ലെവൽ ഓഫ് ഒരു ഭൂതകാലത്തിലായിരുന്നു ഞാൻ. അപ്പോൾ നീ ആ മുടി വെട്ടുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്വപ്നമാണത്. അദ്ദേഹം അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇങ്ങനൊരു ചെറിയ കാര്യം എന്നാൽ ഞാൻ അതിന് പറയാം. ഞാനപ്പം തന്നെ ഒരു ഫോട്ടോ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയായിരുന്നു വിത്തിൻ 2 hours. അപ്പം തന്നെ പിന്നെ ഇങ്ങോട്ട് കയറാനുള്ള ട്രെയിൻ ടിക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ മാനേജ് ചെയ്തു. നേരെ ഞാൻ എൻട്രി ചെയ്യായിരുന്നു ഈ സിനിമയിലേക്ക് ചെയ്തത്. ഒരുപാട് റിസ്ക് ഫാക്ടറുള്ള ഒരു മൂവി തന്നെയാണത്. ഒരു സാധാരണ ഒരു നടന് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള, പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണത്. നമുക്കാണ് പറഞ്ഞാൽ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രാക്ടീസിനുള്ള സമയമോ അല്ലെങ്കിൽ മുൻധാരണകളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഏറെക്കുറയും ഇതിൽ ആക്ടിങ്ങിനെ എൻകറേജ് ചെയ്തിട്ടുള്ളത് ഡയറക്ടറും തിരക്കഥാകൃത്തൊക്കെ തന്നെയാണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, ഞാൻ ഡോക്ടർ വയല വാസവൻപിള്ള സാറിൻ്റെ കൂടെയാണ് പഠിച്ചത്. ഞങ്ങൾ തിയേറ്ററിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ സിനിമകളിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജ്ജമായി മാറിയത്. തീർച്ചയായിട്ടും രതീഷ് കൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു അതിജീവനത്തിൻ്റെ ഒരു കഥ എന്നതിനപ്പുറത്ത് ലോകമെമ്പാടും ഒരു അതിജീവനത്തിൻ്റെ തലത്തിലാണല്ലോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതൊരു കാടിൻ്റെ കഥ മാത്രമല്ല, നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ഒരു കഥ കൂടിയായിട്ട് മാറും. പ്രിയപ്പെട്ട ജയൻ ക്രിസ്റ്റഫർ, ഇപ്പം അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കഥയ്ക്ക് പിന്നാലെ ഈ കാടകത്തിന് മുൻപ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് താങ്കൾ? ഞാൻ എൻ്റെ 4ാമത്തെ സിനിമയാണ് ഈ കാടകം. ആദ്യത്തെ സിനിമ മാനത്ത് കണ്ണി, ഒരു പരിസ്ഥിതി ചിത്രമായിരുന്നു. ഒരുപാട് അന്തർദേശീയ ഫെസ്റ്റിവലിനൊക്കെ പോയൊരു സിനിമ. അതിനുശേഷം ചാക്കാല എന്ന് പറഞ്ഞൊരു കൊമേഴ്ഷ്യൽ മൂവി ചെയ്തു. അത് കഴിഞ്ഞ ഡിസംബറിൽ റിലീസായി. അതിനുശേഷം കാത്തൊരു കല്യാണം. അതിനുശേഷമാണ് ഈ കാടകം ഞങ്ങൾ തുടങ്ങുന്നത്. ഇതിപ്പോൾ 4ാമത്തെ സിനിമയാണ്. ഈ പുതുമുഖ താരങ്ങളെയാണ് താങ്കൾ കൂടുതൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു കാസ്റ്റിങ്ങിൻ്റെ ഒരു കാര്യം, ഒന്ന് നമുക്ക് ഈ മെയിൻ ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രശസ്തരായ താരങ്ങളെ കൊണ്ടുപോകാനുള്ളൊരു സാമ്പത്തിക പ്രശ്നമുണ്ട്. കാരണം അവരുടെ നമുക്ക് മുന്നോട്ട് കൊണ്ട് അത്രയും വലിയ ബഡ്ജറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ സിനിമയുടെ രീതികളൊക്കെ അറിയാമല്ലോ. കാരണം നമുക്ക് റിട്ടേൺസ് കിട്ടാതെ പോകുന്ന പല സിനിമകളാണ് ഇപ്പം വരുന്നത്. വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒന്ന് അത്, 2 നമ്മുടെ കഥകളും നമ്മുടെ കഥാപാത്രങ്ങളും സ്ഥിരം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഒരാൾ ചെയ്യുമ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെയുള്ള മലയാളത്തിലെ ഒട്ടുമിക്ക പ്രശസ്ത ആർട്ടിസ്റ്റിലെ അഭിനയം നമ്മളൊക്കെ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞതാണ്. അപ്പം അത്തരത്തിലേക്ക് പിന്നെയും ഇത് അവർ എങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു തിയേറ്റർ ആർട്ടിസ്റ്റ്, പുതിയ ഒരാളെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുതിയ ഒരാളെ കൊണ്ടുവന്ന് ഒരു പുതുമ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നാൽ അവർ അംഗീകരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. രതീഷ് കൃഷ്ണ അതിൽ സക്സസ് ആയിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി പ്രേക്ഷകർ അത് കണ്ട് ആണ് നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇപ്പം ഇതിനകത്ത് പ്രവർത്തിച്ച എല്ലാവരും തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എൻ്റെ മനസ്സിലും തീർച്ചയായിട്ടും ഈ കാടകം എന്നുള്ളത് ഒരു പ്രാദേശിക കഥ എന്നതിനപ്പുറത്ത് എല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഒരു വലിയ ക്യാൻവാസിലെ കഥയാണ് എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ട സുധീഷ് കോശി, എത്ര കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിനു മുമ്പ്? ഇതിപ്പം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതുന്ന ഫസ്റ്റ് തിരക്കഥയാണ് ഇത് കാടകം. ഇപ്പം അടുത്ത ഓർമ്മ ഷൂട്ടിംഗ് തുടങ്ങി. അതും ജയൻ തന്നെയാണ് അത് ചെയ്യുന്നത്. അത് കീമ എന്നും പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റാണ്. കീമ എന്ന് പറയുമ്പോൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ, അതിപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഫസ്റ്റ് കാടകം, സെക്കൻഡ്.
ഇതിന്റെ പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസർ അവരൊക്കെ ഇവിടുത്തുകാരാണ്? അത് നമ്മുടെ പ്രൊഡ്യൂസർ മനോജ് ചെറുകര, അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. അതുപോലെ നമ്മുടെ കോ പ്രൊഡ്യൂസർ ചങ്ങനാശ്ശേരി സ്വദേശി ഗോവിന്ദൻ നമ്പൂതിരി. കുറേ സുഹൃത്ത് ബന്ധങ്ങൾ എല്ലാവരും കൂടെ കൂടിയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഡോക്ടർ രതീഷ് കൃഷ്ണനെ കൂടാതെ ഡോക്ടർ ആരോമൽ, ജോസ് ചാക്കോ, ജോസ് പാല, മനു തെക്കേടത്ത്, ഇങ്ങനെ നിരവധി കുറച്ച് പുതിയ ആർട്ടിസ്റ്റുകളും തിയേറ്ററിൽ തന്നെ പ്രഗത്ഭരായ ആൾക്കാരെല്ലാം കൂടെയാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇടുക്കി മാത്രമല്ലല്ലോ പശ്ചാത്തലമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലൂടെ നിങ്ങൾക്ക്, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നു എന്ന് നമ്മുടെ സിനിമ ആളുകൾക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് റിലീസ് മാർച്ച് 14 തീയതിയാണ് നമുക്ക് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത്. ഈ കാടകത്തിലെ യഥാർത്ഥ കഥയുമായി ബന്ധപ്പെട്ട ആ നായകൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അയാളിപ്പോൾ എവിടെയാണ്? അയാൾക്ക് എന്ത് പറ്റി? അയാൾ ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയോ? അതെ, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി ഇപ്പം മുനിയാറിലല്ല താമസിക്കുന്നത്, പുള്ളി എറണാകുളത്ത് സെറ്റിലായി. പുള്ളി ഈ 6 ദിവസം കാട്ടിൽ അകപ്പെട്ട് പോയെന്ന് പറഞ്ഞിട്ട് പുള്ളി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അതേ രീതിയിലാണ് പുള്ളി രക്ഷപ്പെട്ട് വന്നത്. അത് പുള്ളി മരണത്തെ മുഖാമുഖം കണ്ടു പുള്ളി മരിക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് കാട്ടിൽ, വേറെ രക്ഷയില്ല. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണ് അവൻ അനുഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നമ്മുടെ മുനിയറിലുള്ള 2-3 പേര് ഇവനെ കണ്ടുകിട്ടി ഇപ്പം കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിരുന്നു. അതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കാട്ടിൽ വെച്ച് ബോധം വന്ന സമയത്ത് ഒരു 2-3 ട്രൈബ്സ് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പം ബോധം വന്നപ്പോഴത്തേനും ഇവർ ചോദിച്ചു എവിടെയാണ് വീടെന്ന് വെച്ചാൽ അതുപോലെ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പം ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫോൺ നമ്പർ ഓർക്കാൻ വേണ്ടി പുള്ളി ഒരു ദിവസം കൂടി എടുത്തു. അതേപോലെ ബോധം പോയിട്ടുണ്ട്. ആ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇവനൊരു ഫോൺ നമ്പർ ഓർമ്മ വന്നു. മുനിയറയിലെ നമ്മുടെ ഷെഡിബൂത്ത് ഉണ്ടായിരുന്നു, നടന്നു പോയിക്കോട്ടെ, ആ ഷെഡിബൂത്തിൽ നമ്പർ പുള്ളിക്ക് അറിയാം. ആ നമ്പർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവര് കാട്ടിൽ നിന്ന് അവര് ഫോണുള്ള സ്ഥലത്ത് വന്ന് മുനിയറയിലോട്ട് വിളിച്ചപ്പോഴത്തേനും ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് പേരെന്ന് പറഞ്ഞുകൂടാ, ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഈ നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മുനിയറയിലൊക്കെ അറിയാം ഇവൻ മിസ്സായിട്ട് 5-6 ദിവസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉടനെ തന്നെ ഇവന്റെ വീട്ടിൽ അറിയിച്ചു. ഇവന്റെ വീട്ടിലുള്ളവർ പോകാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുനിയറയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ 2 പേര് പോയി, പെട്ടെന്ന് തന്നെ പോയി. അപ്പൊ അവരാണ് ആദ്യം ചെന്ന് ഈ കാട്ടിൽ ചെന്ന് ഇവർ ടൈപ്സിന്റെ അടുത്ത് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളല്ല. കാരണം അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ സുഹൃത്തുക്കൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ബോഡിയൊക്കെ ഫുള്ള് കളർ മാറിയിട്ട് ചുണ്ടൊക്കെ മാറി, പല്ല് മാത്രമേ തള്ളി. 6 ദിവസം ഭക്ഷണമൊന്നുമില്ല, വെള്ളമില്ലാതെ ഇങ്ങനെ കാട്ടിൽ അലയുമായിരുന്നു. അവർ തിരിച്ചു പോകുന്നു. അവർ തിരിച്ചിങ്ങനെ പോകുന്ന ഇതിനാണ് ഇവന്റെ ഇവിടുന്ന് ഇവന്റെ അച്ഛനും ചേട്ടനും കൂടെ ചെല്ലുന്നത്. അപ്പൊ ഇവര് വഴി വെച്ച് കണ്ടപ്പോ പറഞ്ഞു, ചേട്ടാ അത് നമ്മുടെ ആളല്ല. അല്ല എന്നാലും നോക്കിയേക്കാം എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോ അച്ഛൻ നോക്കുമ്പോൾ അവനിവിടെ ഒരു മറുകുണ്ട്. ആ മറുക് കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇതെന്റെ മോൻ തന്നെയാണ്. പിന്നെ അവിടുന്ന് പിന്നെ എടുത്തുകൊണ്ട് വന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അവിടെ 72 ദിവസമാണ് ഇവർ ട്രീറ്റ്മെന്റിൽ കിടന്നത്. അതായത് അന്ന് അവനെ ഈ കാട്ടില് വെച്ചിട്ട് പിന്നെ ചെറിയൊരു അപകടം ഉണ്ടായി. കാലിനൊരു ഫ്രാക്ചർ സംഭവിച്ചു. അത് ശരിക്കും പറയാൻ ഓർമ്മയില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഒരു മുറിവുണ്ടായി, അത് കാട്ടിൽ വെച്ചിട്ട് പഴുത്ത് ചീഞ്ഞ് അത് ഈച്ച അടച്ച് പുഴു വന്നു. അങ്ങനെയാണ് ആ കാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ 72 ദിവസം കിടന്നത്. അപ്പൊ 72 ദിവസം അവന് ഈ കാലിങ്ങനെ ഈ പഴുപ്പ് ചെത്തിക്കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ 2002 നടന്ന സംഭവമാണ്. ഇപ്പോഴും ഇന്നലെ ഞങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവന്റെ കാലിൽ കെട്ടിവെച്ച് നടക്കുന്നത് വെച്ചാൽ വർഷാവർഷം അതേ സമയമാകുമ്പോൾ ആ കാല് പഴുക്കും. അതെന്ത് സംഭവിച്ചെന്ന് പുള്ളിക്ക് അത് ഓർമ്മ കിട്ടുന്നില്ല. വല്ല വിഷമുള്ളത് കൊണ്ട്. ഡോക്ടർ രതീഷ് ആയിരുന്നു ഷൈജുവിന്റെ വേഷം അല്ലേ? ഷൈജു എന്ന വേഷപ്പകർച്ചയിലേക്ക് രതീഷ് മാറുകയായിരുന്നു. ജീവൻ തുടിക്കുന്ന പോലെ രതീഷ് അഭിനയിക്കുകയും ചെയ്തു. കാടകം കഥ നമ്മൾ കേൾക്കുക മാത്രമായിരുന്നു ഇതുവരെ. നമ്മൾ കാടകം കാണാൻ പോവുകയാണ്. കേരളത്തിലെ തിയേറ്ററുകളിൽ ഈ മാസം 14 അല്ലേ? ഈ മാസം 14 റിലീസ് ചെയ്യപ്പെടുന്ന കാടകത്തിൻ്റെ അണിയറ ശില്പികളാണ് ഇത്രയും നേരം സാംസ്കാരികത്തിൽ പങ്കെടുത്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോകട്ടെ. കാടകം നമ്മുടെ ചലനാത്മകമായിട്ടുള്ളൊരു സിനിമയായിട്ട് മാറട്ടെ. പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കട്ടെ. ഒരുപാട് താങ്ക്സ്.